ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 45-ാം വാക്യം. ഈശോയെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 12-ാം വയസ്സില് ഈശോയെ കാണാതെ പോയപ്പോൾ അവനെ തേടിയിറങ്ങുന്ന ജോസഫിനെയും മറിയത്തെയും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സന്ദേശം കുടുംബജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും കുടുംബജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം കൃത്യമായിട്ട് യൗസേപ്പിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. 12-ാം വയസ്സില് ഈശോയെ കാണാതെ പോയപ്പോൾ പരാതി പറയാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരുമിച്ച് ഈശോയെ തേടി പോകുന്ന യൗസേപ്പിനെയും മറിയത്തെയും നമ്മൾ കാണുക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തില് ഇന്ന് ഇത് ഇല്ലാതെ പോവുക. മക്കളുടെ ജീവിതത്തില് ഒരു കുറവ് സംഭവിച്ചാല്, ഒരു പോരായ്മ സംഭവിച്ചാല് പരസ്പരം കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മക്കൾക്കൊരു കുറവുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ കുറവാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. മാതാപിതാക്കൾ ഒരുമിച്ച് നിന്ന് മക്കളെ തേടുമ്പോഴാണ്, കണ്ടുപിടിക്കുമ്പോഴാണ് ആ കുടുംബജീവിതം നന്മയിൽ പോകുന്നത്. പലപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തുക, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മകളുടെ ജീവിതം ഒരു കുറവ് കണ്ടാല് ഭർത്താവ് ഉടനെ എന്നാ പറയും? ഭാര്യയോട് പറയുന്നേ, നീ വളർത്തിയതിലെ കുറവാ, നീ എന്താണ് അവനെ അല്ലെങ്കിൽ അവളെ ശ്രദ്ധിക്കാഞ്ഞത്? ഈ ഒരു ചോദ്യം ഭർത്താവിന് ചോദിക്കാനായിട്ട് അവകാശമില്ല കേട്ടോ. കാരണം ആ ചോദ്യം ചോദിക്കേണ്ടത് ഭാര്യയോടല്ല, മറിച്ച് തന്നോട് തന്നെ ചോദിക്കണം. എന്തുകൊണ്ടാ എനിക്ക് എൻ്റെ മകളുടെ ജീവിതത്തില് ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിച്ചില്ല എന്ന്. പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മക്കളെ തേടുമ്പോഴാണ് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി മാതാപിതാക്കൾ ജീവിക്കുന്നില്ല എങ്കിൽ മക്കൾ വഴിതെറ്റും. മക്കളുടെ ജീവിതത്തില് പോരായ്മകൾ സംഭവിക്കും, കുറവുകൾ സംഭവിക്കും. ഈ കുറവും പോരായ്മയും മാതാപിതാക്കൾ കണ്ടെത്തി പരിഹരിക്കാനായിട്ട് തയ്യാറാവണം. മാതാപിതാക്കൾ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിന്ന്, ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ആ കുടുംബത്തില് മക്കളും നന്മയിൽ പോവുകയുള്ളൂ. മക്കളെ കണ്ടെത്തി തിരുത്താനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവർ, ഈ ഒരു ഒരുമ, ഐക്യം ഓരോ കുടുംബത്തിനും ഉണ്ടാകട്ടെ. പരസ്പരം കുറ്റം പറയുന്ന, വിധിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ജീവിതത്തില്, കുടുംബ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിക്കളയുവാനായിട്ട്, ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലേ, ഈശോയെ നഷ്ടപ്പെടുത്തിയത് എവിടെ? ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ നഷ്ടപ്പെടുത്തിയ ഈശോയെ ദേവാലയത്തിൽ വെച്ച് തന്നെ കണ്ടെത്തുന്നുണ്ട്. സ്നേഹമുള്ള, ദേവാലയത്തിൽ നഷ്ടപ്പെടുത്തിയ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തില് മക്കളെ നഷ്ടപ്പെടുത്തുന്നത് ദേവാലയത്തിലോ ദൈവസന്നിധിയിലോ അല്ല, മറിച്ച് ഈ ലോകത്തിലും ലോകമോഹങ്ങൾക്കും ഇടയിലാണ് നമ്മൾ നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ദൈവസന്നിധി കൊണ്ടുവരുവാനായിട്ടോ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്താനായിട്ടോ സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങൾക്ക് സാധിക്കാതെ പോവുക. ദൈവസന്നിധിയിൽ വെച്ച് അവനെ നഷ്ടപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും ദൈവം നോക്കിക്കോളും. ദൈവസന്നിധിയിൽ വെച്ച് നഷ്ടപ്പെടുന്നതൊന്നും ഒരിക്കലും പാഴായി പോകത്തില്ല. തമ്പുരാന്റെ സംരക്ഷണം ഉണ്ടാവും. മറിച്ച് ഈ ലോകത്തിലാണ് നാം നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ, ലോകമോഹങ്ങൾക്ക് ഇടയിലാണ് അവരെ കാണാതെ പോകുന്നതെങ്കിൽ അവരെ ഒരിക്കലും കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അവരുടെ ജീവിതം മുഴുവൻ തെറ്റിന് അടിമപ്പെട്ടു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് മക്കളെ ഒരിക്കലും ലോകത്തിന് അനുരൂപരാക്കി വളർത്തരുത്, മറിച്ച് ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട്, ദൈവഹിതത്തിന് അവരെ തന്നെ സമർപ്പിക്കുവാനായിട്ട്, പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല കുടുംബജീവിതം നയിക്കുവാനായിട്ട്, മക്കൾക്ക് നല്ല വിശ്വാസം പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.